ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ പരിപാടി നല്ല നാടൻ കോഴി ചട്ടിയിലിട്ട് ചുടാൻ പോവുകയാണ്. അപ്പോൾ അതെങ്ങനെ ചുടട്ടി ഇതിൻ്റെ മസാലകൾ എല്ലാ കാര്യങ്ങളും നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് വാച്ച് ചെയ്ത് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അതെങ്ങനെ പാചകം ചെയ്യേണ്ടതല്ലോ നോക്കിയാലോ. പിടിക്കണേ. നമുക്ക് ചിക്കന് ചട്ടിയിലിട്ട് ചുടാൻ വേണ്ടി ആവശ്യമായ മസാലകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. മുളക് പൊടി 1 സ്പൂണ്, ഒരു സ്പൂണ് മല്ലിപ്പൊടി, 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല 1 സ്പൂൺ ചിക്കൻ മസാല, പാകത്തിനുള്ള ഉപ്പ്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതും ഇതിലേക്ക് മിക്സാക്കുക. പിന്നെ കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി 1/2 സ്പൂൺ ഇട്ടോ, 1/2 സ്പൂണ് കാശ്മീരി ചില്ലിപ്പൊടി. എന്നിട്ട് പൂനാരങ്ങ എടുക്കുക, ആദ്യം നല്ലോണമായിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കുക. രണ്ട് പൂനാരങ്ങ ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കുക. നല്ലോണം ഓവർ ടൈറ്റ് ആവുകയും ചെയ്യരുത്, ഓവർ ലൂസ് ആവുകയും ചെയ്യരുത്. ഒരു ലെവലിലാക്കി വെച്ചിട്ട് നല്ലതായിട്ട് മിക്സാക്കി എടുക്കുക. ഒക്കെ നാടൻ സ്റ്റൈലിലാട്ടോ നമ്മൾ ചെയ്യുന്നത്. ഒക്കെ നാടൻ സ്റ്റൈലിലാണ്, നാടൻ ചട്ടിയിലിട്ടിട്ടാണ് നമ്മളെ ചിക്കന് നാടൻ കോഴി ചുട്ടെടുക്കാൻ പോകുന്നത്. മസാലകളൊക്കെ നല്ലോണം അതേമാതിരി നല്ലോണം ജോയിൻ്റ് ആക്കുക. ചിക്കനിൽ ചേർക്കാണ്ട് മസാലകളൊക്കെ ഇതിലിട്ടതിന് ശേഷം ഇതിലിട്ട് മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, ഉപ്പ്, കുരുമുളക് പൊടി, ഈ 5 ഐറ്റം സാധനങ്ങൾ ഇതിനകത്തിട്ട് എന്നിട്ട് നല്ലോണം ജോയിൻ്റ് ആക്കുക. ജോയിൻ്റ് ആക്കണ വരെ എല്ലാ മസാലയും കൂടി മിക്സ് ആകണ വരെ ഇതേമാതിരി ഇതേ പരുവത്തിൽ ആക്കിയെടുക്കുക. ഓവർ ലൂസായി പോവുകയും ചെയ്ത് ഓവർ ടൈറ്റായി പോവുകയും ചെയ്ത് ഇതേ കോലത്തിൽ ചെയ്യുക. ഇനി അടുത്ത പരിപാടി നമ്മളെ കോഴിമരേക്ക് ചിക്കൻ മരേക്ക് ഇത് തേച്ച് പിടിപ്പിക്കണം. അതെങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. നമ്മളെ ചിക്കന് മസാല ചേർക്കുന്നതിന് മുന്നേ ഒരു സംഗതി ചെയ്യാറുണ്ട്. എല്ലാ ചിക്കൻ്റെ മുകളിൽ ഇതേമാതിരി ഒന്ന് വരഞ്ഞിട്ട് വരട്ടെ കേട്ടോ. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഇതേമാതിരി ഒന്ന് വരഞ്ഞിടുക. ജസ്റ്റ് ഒന്ന് വരഞ്ഞിട്ട് വെച്ചാൽ മതി. എല്ലാ ഭാഗത്തും ഇതേമാതിരി ചിക്കൻ്റെ എല്ലാ പീസും ഇതേമാതിരി വരട്ടെക്കുക. ഈ അടുത്ത പരിപാടി നമ്മുടെ മസാല ചേർക്കട്ടിയാണ്. മസാല എടുക്കുക,
നേരത്തെ തയ്യാറാക്കി വെച്ച മസാലയിൽ നല്ലാക്കിയായിട്ട് കുഴച്ച് തേച്ചായിട്ട് പിടിപ്പിക്കുക. മസാല നല്ലോണം നമ്മുടെ ചിക്കൻ്റെ പീസുമലേക്ക് നല്ലോണം തേച്ച് പിടിപ്പിക്കുക. ഇതിനൊന്നും ആരും പിശുക്ക് കാണിക്കാൻ കേട്ടോ, നല്ല കണ്ടീഷനാക്കിയിട്ട് ഇതാ തേച്ചങ്ങോട്ട് പിടിപ്പിക്കുക. മസാലയൊക്കെ നല്ലോണം നമ്മുടെ ചിക്കൻ മേലേക്ക് ഇറങ്ങിക്കോട്ടെ. ഇതാ അതേമാതിരി നല്ലോണം തേച്ച് പിടിപ്പിക്കുക മസാല. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മസാല നമ്മുടെ ചിക്കൻ്റെ പീസുമ്പലേക്ക് നന്നാക്കിയാണ് തേച്ച് പിടിപ്പിക്കുക. ഇനി നമുക്ക് ചെയ്യേണ്ട അടുത്ത പരിപാടി, ഒരു മണിക്കൂർ ഈ ചിക്കൻ മസാല തേച്ച് വെച്ച ചിക്കന് ഇതേമാതിരി അങ്ങനെ വെക്കുക. ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമുക്ക് ചട്ടിയിലേക്ക് എടുത്തിടേണ്ടത്. ഒരു മണിക്കൂർ റെസ്റ്റിൽ വെക്കുക. നമ്മളെ ചിക്കൻ്റെ മുകളിൽ ഒരു മണിക്കൂർ മസാല ഒക്കെ തേച്ച് പിടിപ്പിച്ച് വെച്ചതിന് ശേഷം നമുക്ക് അടുത്ത പരിപാടി ഈ ചിക്കന് ചട്ടിയിലേക്ക് എടുത്തിടണം. അപ്പോൾ അതേമാതിരിയുള്ളൊരു ചട്ടി എടുക്കുക. അതിൻ്റെ അകത്തേക്ക് വാഴൻ്റെ ഇല നല്ലോണം വെച്ച് ഇങ്ങനെ സെറ്റാക്കുക. അതേമാതിരി വാഴൻ്റെ ഇല വെച്ച് സെറ്റാക്കുക. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ചിക്കൻ്റെ ഓരോ പീസ് ഇതിലേക്ക് വെച്ചു കൊടുക്കുക. കയ്യിനും കുറച്ചുകൂടെ വലിയ ചട്ടി എടുക്കാൻ ശ്രമിക്കട്ടോ. കയ്യിനും ഈ തമ്മിൽ ജോയിൻ്റ് ആകാത്ത കോലത്തിൽ വെക്കുക. അതിന് ശേഷം ഉള്ളി ഇതേമാതിരി അരിഞ്ഞ് ഇതിൻ്റെ മുകളിൽ അങ്ങനെ വെച്ചു കൊടുക്കുക. അതുപോലെ തന്നെ തക്കാളി അതേ റൗണ്ടിൽ അരിഞ്ഞ് ഒരു 4 പീസ് തക്കാളി വെച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ക്യാപ്സിക്കം അരിഞ്ഞ് അതും ഇതിലേക്ക് വെച്ചെടുക്കുക. അതുപോലെ തന്നെ 2 മുളക് ചീന്തിയിട്ട് കേട്ടോ, മുളക് പൈതി ചീന്തിയ മുളക് അതും വെച്ചെടുക്കുക. ഇത് നമുക്ക് നല്ലോണം ദമ്മിടണം. ഇനി അടുത്ത പരിപാടി ദമ്മിടുന്ന പരിപാടി, അതെങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. നമുക്ക് ഇതിൻ്റെ ചട്ടീൻ്റെ മുകളിൽ ദമ്മിടണം. അതിന് മൈദ കൊഴിച്ച് വെച്ചിരിക്കണം. ഇനി ദമ്മിടുന്ന എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. നമ്മുടെ ചട്ടിൻ്റെ വക്കത്തു കൂടെ നന്നാക്കിയിട്ട് മൈദ തേച്ച് പിടിപ്പിക്കുക. നമ്മളെ ദമ്മിടാനുള്ള മൈദ കംപ്ലീറ്റ് ചട്ടിൻ്റെ ഈ സൈഡിൽ അങ്ങനെ തേച്ച് പിടിപ്പിക്കുക. മൂടിയെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെക്കുക. നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ മുകളിൽ ഇതേമാതിരി മൂടി വെച്ചതിന് ശേഷം എയർ കിടക്കാത്ത കോലത്തിൽ എല്ലാ ഭാഗവും ഇതേമാതിരി മൈദ തേച്ച് കഴിഞ്ഞ് പിടിപ്പിക്കുക. ഇനി അടുത്ത പരിപാടി, ഇനി നമുക്കിത് വേവിക്കാനുള്ള കണലുണ്ടാക്കണം. അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. ശരി, നമ്മളെ കണലൊക്കെ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കണലായി കഴിഞ്ഞിട്ട് നമുക്ക് ഇതേമാതിരി ഗ്രില്ല് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ചട്ടി വെക്കുന്നത്. അപ്പം കണലാകട്ടെ, ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണ് കണല്. ഇത് അത്യാവശ്യം കണലായി കിട്ടിയിന്. നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ചട്ടി വെക്കാൻ എന്ത് സാധനം മതി.
ഇതിൻ്റെ മുകളിലേക്ക് വെക്കുക. ചട്ടി മുകളിലേക്ക് വെക്കുക. അടുത്ത പരിപാടി ഇതാ, ഇങ്ങോട്ട് കുറച്ച് കണല് ഇതാ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടെടുക്കുക കേട്ടോ. ഇതാ കുറച്ച് കണല് ബെഡിൻ്റെ മൂടിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. കണൽ മതി, ബാക്കിൻ്റെ അടിയിൽ വെക്കുക. ഇപ്പം താഴത്തും കണലിട്ട് എടുക്കുക. അതേമാതിരി നമ്മളെ ചട്ടീൻ്റെ മുകളിൽ ഇതിൻ്റെ മുകളിൽ കണൽ ഇട്ടെടുത്ത് 1 മണിക്കൂർ വേവിക്കണം കേട്ടോ. ഇപ്പം നമ്മൾ 1 മണിക്കൂർ 10 മിനിറ്റ് അവിടെ വേവിച്ച് കിട്ടോ. അടുപ്പത്ത് കണലിൽ വേവിച്ച് കിട്ടും. അപ്പം ഇതൊന്ന് എടുത്തു നോക്കുക. അതിൻ്റെ മുകളിലുള്ള കണല് കംപ്ലീറ്റ് ഇതിനകത്തേക്ക് ഇടുക. ചൂടാട്ടോ. ഇനി ഇതൊന്ന് പൊട്ടിച്ച് നോക്കുക, എന്താ സ്ഥിതി നോക്കുക. അങ്ങനെ ഓടിച്ചോ. ഇവിടെ ദമ്മിട്ട മൈദമാവൊക്കെ നല്ല സെറ്റായി ഉറച്ചിക്കും കേട്ടോ. ഇത് പൊട്ടിക്കുന്നത് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കറക്റ്റ് കാണിക്കണേ. എന്നാ ആഹാ, ഇതിനുള്ളിൽ നല്ല ആവി ഒരു തുള്ളി പുറത്തേക്ക് പോയില്ല കേട്ടോ. നല്ല സെറ്റായി, എയറൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ സെറ്റായി നിൽക്കുന്നുണ്ട്. നമ്മളതാ ചിക്കനൊക്കെ ഇതാ ഏകദേശം വെന്ത് കഴിയതാ ഒഴിഞ്ഞതാ ഈ പരുവത്തിലഴിക്കുന്നു. എന്താ ചൂടാട്ടോ. ഒന്ന് നമുക്ക് ആ പ്ലേറ്റിലേക്ക് മാറ്റാം. ലേശം ചെറുങ്ങനൊന്ന് കരിഞ്ഞ് വയ്ക്കുന്നു കേട്ടോ. കരിഞ്ഞല്ല, വേവ് മുകളിൽ അടിഭാഗത്ത് എവിടെ തട്ടിയതാണ്. അതിൻ്റെ അടിയിൽ നമ്മളെ കോഴിൻ്റെ വെള്ളവും അതുപോലെ തന്നെ നമ്മളെ ഉള്ളിൻ്റെ ഒക്കെ വെള്ളം ഇതിൻ്റെ അടിയിലുണ്ട് കേട്ടോ. ഗ്രേവി വേണ്ടിയവർക്ക് ഇത് ഇതിലേക്ക് മിക്സാക്കി കൊടുക്കാം. ഉള്ളി തക്കാളിയൊക്കെ കരിഞ്ഞിക്കണ് ലേശം, മോൾ ഭാഗം തട്ടിയ ഭാഗം കൊണ്ടാണ്. അപ്പോൾ നമ്മൾ അടുത്ത പരിപാടി നമ്മൾ ഉണ്ടാക്കിയ സാധനം എങ്ങനെ ഉണ്ടെന്നുള്ളത് നോക്കണ്ടേ. അപ്പോൾ നമ്മൾ ചെറിയൊരു പാത്രത്തിലേക്ക് വാഴത്തിലേക്ക് മാറ്റിക്കിന്. ഇതിൻ്റെ മുകളിലേക്ക് ഒരു നാരങ്ങ എടുത്ത് നല്ലോണമായിട്ട് പിഴിഞ്ഞ് മിക്സാക്കുക. അതാ ദയമാതിരി വാ അടിപൊളി. ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്നുള്ളത് നോക്കട്ടെ കേട്ടോ. തീർച്ചയൊക്കെ നല്ല ബന്ധുക്കുണ്ടോ. അപ്പം നാരങ്ങൻ്റെ ആ നീര് കൂടെ വന്നിട്ടുണ്ടോ, അടിപൊളിയായിരിക്കും.
നല്ല വേവും ചെയ്ത് കിട്ടും. നാടൻ കോഴിയാണ്. അപ്പോൾ ഒരു മണിക്കൂർ ഒരു 10-20 മിനിറ്റ് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. സാധാ കോഴിയാണെങ്കിൽ ഒരു മണിക്കൂറൊക്കെ ഇട്ടാൽ മതി. നമ്മൾ പീടിയെന്ന് വേണം കോഴിൻ്റെ കേട്ടോ. അടിപൊളി, ഒന്നും പറയാനില്ല, അടിപൊളി. അപ്പം അതേമാതിരിയുള്ള റെസിപ്പികളൊക്കെ ഇതാ നമ്മളെ ബീഫ് ചിക്കൻ കണ്ടില്ലേ, വെന്തതാ ഒട്ടഞ്ഞും കൊണ്ട് പോന്നിക്കുന്നതാ. അപ്പോൾ ഇതുപോലുള്ള റെസിപ്പികൾക്ക് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.